it has been decided that Shri V.D. Satishan be appointed as the leader of the CL. എല്ലാത്തിനും സന്തോഷമാണ്. പിന്നെ പറയാം. ഓക്കെ 100+ എഴുതി വെച്ചോ. 100+. ഞാൻ പോളിംഗ് കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി പറയാം, കറക്റ്റായിട്ട് പറയാം. അല്ലല്ലോ, എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പരസ്യമായിട്ട് വിവാദത്തിലേക്ക് പോയി ഏത് സംഭവം ഉണ്ടായിട്ടുള്ളത്? എന്നിട്ടും പറയാണ് കോൺഗ്രസിൽ അടിയുണ്ടാവും. അങ്ങനെ 13ാമത്തെ മുഖ്യമന്ത്രി കസേര കേരളത്തിന്റെ CM V.D. സതീശൻ തൂക്കി മക്കളെ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്ത് വെക്കണം. അപ്പം കഴിഞ്ഞ ദിവസമേ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ 13ാമത്തെ CM അത് V.D. സതീശൻ തന്നെയാണ് ആണെന്ന്. രാവിലെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു V.D. സതീശൻ തന്നെയാണെന്ന്. കാരണം എനിക്ക് കിട്ടിയ കൺഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായല്ലോ. മാത്രമല്ല കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങളാണ് വീടിക്ക് ഈ ഒരു കസേര മേടിച്ചു കൊടുത്തത്. കാരണം അല്ലായിരുന്നെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധവും അതുപോലെ ജനങ്ങളുടെ വികാരവും ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മണ്ണും ചാരി നിന്നവന് പെണ്ണും കൊണ്ടുവന്നൊരവസ്ഥ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമായിരുന്നു. ജനങ്ങളുടെ പ്രതിഷേധം കാരണം, ജനവികാരം കാരണമാണ് ഹൈക്കമാൻഡ് അവസാനം തീരുമാനമെടുത്തത് വീടിക്ക് തന്നെ കസേര കൊടുത്തില്ലെങ്കിൽ, വീടിയെ തന്നെ CM ആക്കിയില്ലെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പം അത് വൻ തിരിച്ചടി തന്നെ UDF എന്നൊരു പ്രസ്ഥാനത്തിന് ഉണ്ടാവുമെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് V.D. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അപ്പം അടുത്ത 5 കൊല്ലം V.D. ഭരിക്കും, അതിനുശേഷവും V.D. ഭരിക്കും. നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനൊക്കെ ശേഷം KC വേണുഗോപാലിൻ്റെ ഒരു ബൈറ്റ് വന്നിട്ടുണ്ട്. കട്ടക്കാലിപ്പിലാണ് KC വേണുഗോപാൽ. രാവിലെ നടന്നിട്ടുള്ള അവസാന ഘട്ടവും KCയെ അനുനയിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ കാണാൻ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് പോയി. അവിടെ ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ 3 മണിക്കൂറോളം എനിക്ക് തോന്നുന്നു ചർച്ച നടന്നു. KCയെ അനുനയിപ്പിക്കാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെയാണ് KC അവിടെ നിന്ന് മടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവസാന നിമിഷത്തിൽ ഹൈക്കമാൻഡിന് വേറെ നിവൃത്തിയില്ല. കാരണം KCയെ മുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞാൽ കേരളത്തിൽ അത് വൻ പ്രതിഷേധത്തിലോട്ട് പോവുകയും അതുപോലെ അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് UDFന് ഒരു വൻ പരാജയം തന്നെ കാണാൻ സാധിക്കുകയും മനസ്സിലാക്കിയിട്ട് ആണ് ഹൈക്കമാൻഡ് അവസാനം V.D. സതീശനിലേക്ക് എത്തിയത്. കാരണം ജനവികാരമാണ് വലുത്, ഹൈക്കമാൻഡിന് മുകളിൽ ജനങ്ങളാണെന്ന് ഒരു സത്യം ഹൈക്കമാൻഡ് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനിവിടെ ആ ഒരു വാർത്ത AICC നമ്മുടെ മുഖ്യമന്ത്രി 13ാമത്തെ മുഖ്യമന്ത്രി V.D. സതീശനാണെന്ന് പ്രഖ്യാപിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചുതരാം. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആദ്യം അത് പോട്ടെ. അതിനുശേഷം കട്ടക്കലിപ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന KC വേണുഗോപാലിനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, KC നിങ്ങളിത് വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളെ ജനങ്ങൾ സ്നേഹിച്ചേനെ, ജനങ്ങൾ പഴയതുപോലെ നിങ്ങളെ ഇഷ്ടപ്പെട്ടേനെ, നിങ്ങൾ പിടിവാശി കാണിച്ചതുപോലും ജനങ്ങൾ മറന്നുപോയേനെ. പക്ഷേ ഇതിപ്പം ജനങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് പിടിച്ച് വേടിക്ക് കൊടുത്ത ഒരു ഇതിലൂടെ ആയിരിക്കും നിങ്ങളെ ഇനി കാണുന്നത്. ഉള്ള വിലയും ഉള്ള സ്നേഹവും നിങ്ങൾ കളഞ്ഞു വിളിച്ചില്ലേ. നിങ്ങൾ നല്ലൊരു കഴിവുള്ളൊരു നേതാവായിരുന്നു, നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവസാനം നിങ്ങൾ എല്ലാവരെയും വെറുപ്പിച്ചില്ലേ, എല്ലാവരെയും ഒന്നടങ്കം പ്രവർത്തകരെ വെറുപ്പിച്ചു, ജനങ്ങളെ വെറുപ്പിച്ചു, വോട്ട് ചെയ്ത ആളുകളെ പോലും നിങ്ങൾ വെറുപ്പിച്ചില്ലേ. ജനങ്ങളുടെ വികാരം അനുസരിച്ചല്ലേ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ജനങ്ങൾക്ക് താല്പര്യമില്ലാതെ നിങ്ങൾ വന്നിട്ട് പിടിച്ചു വാങ്ങിച്ച കസേരയിൽ കയറിയിരുന്നാൽ നിങ്ങൾക്ക് വില തരുമോ? ഇല്ല. മുഖ്യമന്ത്രി എന്നുള്ളൊരു വില പോലും നിങ്ങൾക്ക് തരത്തില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പിണറായി വിജയൻ. കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻ കേരളത്തിൽ കാണിച്ചു കൂട്ടിയ ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ ആരെങ്കിലും ഒരു വില കൊടുക്കുന്നുണ്ടോ? പിണറായി വിജയൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ജനങ്ങൾക്ക് വില കൊടുക്കാത്തതുകൊണ്ട് ജനങ്ങളും ആ വ്യക്തിക്ക് വില കൊടുക്കുന്നില്ല. അതുപോലെ ആയിരിക്കും നിങ്ങളെയും അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അന്നേ അങ്ങ് വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ നിങ്ങളോട് ജനങ്ങൾക്കൊരു ബഹുമാനമെങ്കിലും തോന്നിപ്പോയനെ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും 102 സീറ്റുമായി വൻപിച്ച വിജയം കരസ്ഥമാക്കിയ UDFന് അത്രയും സപ്പോർട്ട് കൊടുത്ത് UDFന് വിജയത്തിലേക്ക് കൊണ്ടുവന്ന V.D. സതീശൻ എന്നൊരു വ്യക്തിക്ക് അർഹതപ്പെട്ട സ്ഥാനം തന്നെയാണ് കിട്ടിയേക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടുക തന്നെ വേണം. അപ്പോൾ എന്തായാലും ഞാനിവിടെ AICC പ്രഖ്യാപിക്കുന്ന V.D. സതീശനാണ് 13ാമത്തെ കേരളത്തിലെ CM എന്ന് പ്രഖ്യാപിക്കുന്ന ആ ഒരു വീഡിയോ വെച്ച് നിങ്ങൾ കണ്ടു നോക്കിയേ. बात सवाल जवाब नहीं होगा,
इनफॉर्मली हम बातचीत करेंगे, पर अभी घोषणा करने दीजिए क्योंकि इसका आपका इंतजार भी है। Namaskar. The Congress Legislature Party had met in Thiruvananthapuram on May 7th, 2026 and had unanimously resolved to authorize the Congress President to appoint the new leader of the CLP in the state of Kerala. Accordingly, the Congress President has held extensive discussions with the chairperson of the Congress Parliamentary Party, leader of the opposition in the Lok Sabha, the AICC observers who had met with the newly elected MLAs on May 7th, 2026, and many other leaders from the state, including MPs, former PCC presidents, have also been consulted. Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. ഓക്കെ, അപ്പം ഈ പ്രഖ്യാപനത്തിന് ശേഷം KC വേണുഗോപാൽ കട്ടക്കലിപ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ട് ആണ് പോയേക്കുന്നത്. അപ്പം ഒന്ന് നോക്കിയേ, ഇത് മുമ്പേ വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ ജനങ്ങൾ ഈ പഴയതുപോലെ KC വേണുഗോപാലിനെ KCയെ സ്നേഹിച്ചേനെ, ബഹുമാനിച്ചേനെ. പക്ഷേ ഇനി ജനങ്ങൾ ഏതൊരു കണ്ണിലൂടെയായിരിക്കും KCയെ കാണുന്നത്? കസേര മോഹിയായി അധികാരിയായിട്ടുള്ളൊരു KC ആയിരിക്കും ജനങ്ങൾ കാണുന്നത്, അല്ലേ? അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി കസേര എനിക്ക് വേണം എന്ന് കടന്ന് വാശി പിടിച്ച ഒരു KCയാണ് കാണാൻ സാധിച്ചതെന്നാണ് പറയുന്നത്, അറിയാൻ സാധിക്കുന്നത്. അവസാന നിമിഷം രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ മണിക്കൂറുകൾ നടന്ന മീറ്റിങ്ങിന് ശേഷമാണ് ഈ 12 മണിക്ക് ഇന്ന് രാവിലെ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം, V.D. സതീശൻ മുഖ്യമന്ത്രിയാണെന്നൊരു പ്രഖ്യാപനം AICC പ്രഖ്യാപിക്കുന്നത്. ഇനി ഞാനിവിടെ KC പുറത്തേക്ക് വന്നതിന് ശേഷം KC മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന കട്ടക്കലിപ്പിൽ കൊടുക്കുന്ന ആ ഒരു മറുപടിയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. എന്തിനാണ് ഇങ്ങനെ കലിപ്പ് കാണിക്കുന്ന KC? ഒന്ന് ആലോചിച്ച് നോക്കി. അയാൾ 5 കൊല്ലം കഴിഞ്ഞ 5 കൊല്ലം പണിയെടുത്ത് നേടിയെടുത്ത ഒരു വിജയമാണ് UDF നേടിക്കൊടുത്തത്, അല്ലേ? അതിൻ്റെ പൂർണ്ണ അംഗീകാരവും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ഇലക്ഷന് ഈ UDF തോക്കുവാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ നട്ടലുള്ള ഒരു നേതാവാണ് ഈ പറഞ്ഞിട്ടുള്ള VD. നിങ്ങൾ ആരെങ്കിലും പറയുന്നത് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. തോറ്റു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന്. ഇപ്പോൾ ജയിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കസേരയ്ക്ക് വേണ്ടിയിട്ട് പിടിവലി കാണിക്കാം. പക്ഷേ അതിനൊന്നും വോട്ടെണ്ണുന്നതിന് മുമ്പായാലും നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നു, തോറ്റു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും, ഞങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു? ഇല്ല. അവിടെയും V.D. സതീശൻ ഒറ്റയ്ക്ക് മാത്രമായിരുന്നു. പട പൊരുതാനും പട നയിക്കാനും ആ നയിച്ച പട വിജയിപ്പിക്കാനും എല്ലാം ഒറ്റയ്ക്കായിരുന്നു VD. അപ്പം അതിന് അർഹതപ്പെട്ട ആൾ V.D. സതീശൻ തന്നെയാണ്. KCയുടെ പ്രതികരണം കേട്ടു. ഓക്കെ, ഒരിക്കൽ കൂടി കേൾക്കാം. നേരത്തെ അഭിലാഷ് പറഞ്ഞ ശരീരഭാഷയും ആ പ്രതികരണത്തിനും അത്ര ആത്മവിശ്വാസക്കുറവുണ്ടോ? KC വേണുഗോപാലിന്റെ ആ പ്രതികരണം ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. പ്രസ് കോൺഫറൻസ് ഉണ്ട്, അവര് പറയും. AICC പ്രസ് കോൺഫറൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് 12:30 പോയി. തീരുമാനം സന്തോഷം, എല്ലാത്തിലും സന്തോഷമാണ്. പിന്നെ പറയാം. ഓക്കെ, എല്ലാത്തിലും സന്തോഷമുണ്ട്, അത് പിന്നെ പറയാം എന്ന് കൂടി അദ്ദേഹം പറയുന്നു. എന്തായാലും അദ്ദേഹം ഒരു കലാപക്കൊടി ഉയർത്തില്ല, അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള വിമത പ്രവർത്തനത്തിനോ മറ്റോ ഒരുങ്ങില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ക്ലെയിം മുന്നോട്ട് വെച്ചു. ഇത്തവണ കിട്ടിയില്ല, പക്ഷേ KC വേണുഗോപാൽ എന്ന ശക്തൻ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിലെ ഒരു ശക്തിയായി. ഓക്കെ, കേട്ടല്ലോ, എല്ലാത്തിനും സന്തോഷമുണ്ട്, അതൊക്കെ ബാക്കി പിന്നെ പറയാമെന്നാണ് KC പറഞ്ഞേക്കുന്നത്. അപ്പം എന്തൊക്കെയോ സംഭവങ്ങൾ KCക്ക് പറയാനുണ്ട്. ചിലപ്പം മിക്കവാറും ഈ പറഞ്ഞിട്ടുള്ള MP സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. V.D. സതീശൻ പട നയിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ CM ആയിട്ടിരിക്കുന്നത് കാണാൻ മിക്കവാറും KCക്ക് അതിനുള്ള ത്രാണി കാണുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ V.D. സതീശൻ്റെ പ്ലസ് പോയിന്റുകൾ ഞാനിവിടെ ഒന്ന് വായിക്കാം. അപ്പോൾ ഞാൻ കണ്ടൊരു പോസ്റ്റാണ്, കറക്റ്റ് കാര്യമല്ലേ? അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടിക്കകത്ത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയില്ല, പാർട്ടിയെയും മുന്നണിയെയും ജയിപ്പിക്കാൻ മുന്നിൽ നിന്ന് നേതൃത്വം നൽകി, ശരിയല്ലേ? സമുദായ തിണ്ണകൾ കയറി വോട്ട് രാഷ്ട്രീയം കളിച്ചില്ല, ജനപ്രിയമല്ലാത്തപ്പോഴും കൃത്യമായ നിലപാടുകൾ എടുത്തു, ശരിയല്ലേ? എനിക്ക് തോന്നുന്നു 15 കൊല്ലമായിട്ടങ്ങാണ്ട് MLA ആയിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ്. അഴിമതിക്കെതിരെ ഉറച്ച ശബ്ദമായി നിന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാരിനെ നിരന്തരം ചോദ്യം ചെയ്തു.
യുവാക്കളിലും സാധാരണ പ്രവർത്തകരിലും ആത്മവിശ്വാസം സൃഷ്ടിച്ചു. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ വിഷൻ അവതരിപ്പിച്ചു. അത് കറക്റ്റ് കാര്യം തന്നെ. പുള്ളി പറയുന്നതും ചിന്തിക്കുന്നതും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് UDF 100+ സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വരും, 1 ഡസനോളം മന്ത്രിമാർ വീട്ടിലിരിക്കുമെന്ന് പറഞ്ഞത്. അതേപോലെ ആയില്ലേ, കറക്റ്റ് അച്ചട്ടായില്ലേ? അതിൻ്റെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ വെച്ച് തരാം. ഞാൻ അത് പറയുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, അതും കൂടെ ഞാൻ വെച്ച് തരാം. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായി വിഷൻ അവതരിപ്പിച്ചു. അധികാരത്തിനായി ആരുടെയും മുൻപിൽ തലകുനിച്ചിട്ടില്ല, ഇല്ലേ? അപ്പം ഈ അധികാരത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ഇന്നൊരു വീഡിയോ ഞാൻ രാവിലെ കണ്ടു. വളരെ സന്തോഷത്തോടു കൂടി, ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കുന്ന രമേശ് ചെന്നിത്തല. പുള്ളിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പുള്ളിക്ക് പ്രശ്നമില്ല, ഞാൻ സന്തോഷവാനാണ് എന്നൊരു മട്ടിലാണ് പുള്ളി നിൽക്കുന്നത്. ഇപ്പം സീനിയോറിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ പുള്ളിക്കാണ് കിട്ടേണ്ടത്. പക്ഷേ ഒരു ലീഡർ, ഒരു CM ആയിട്ട് ഇരിക്കാനെ കൊണ്ടൊരു മത്സരിക്കാനെ കൊണ്ട്, CM ആയിട്ട് കേരളത്തിൽ നയിക്കാനെ കൊണ്ടുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ലെന്ന് തന്നെ പറയണം. കാരണം അത് കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് സംസാരിക്കാനായാലും അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിലും സീനിയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിലും രമേശ് ചെന്നിത്തലയും അതിന് യോഗ്യം തന്നെയാണ്, യോഗ്യമെന്നില്ല. പക്ഷേ അയാളുടെ ആ ചിരിച്ച മുഖം, രാവിലെ മാധ്യമങ്ങളോട് മീഡിയക്കാരോടൊക്കെ ചായ വേണമെന്നൊക്കെ ചോദിക്കുന്ന അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കെന്തോ പുള്ളിയോട് ഒരു സ്നേഹം തോന്നിപ്പോയി. ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് തരാം. അങ്ങനെ വേണം നേതാക്കന്മാർ, ഒരു പരിഭവവും പരാതിയും കാണിക്കല്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് 2021 പ്രതിപക്ഷ നേതാവായിട്ട് തൻ്റെ ജൂനിയറായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശനെ 2021 സോണിയാഗാന്ധി തീരുമാനിക്കുന്ന സമയത്ത് 2021 പ്രതിപക്ഷ നേതാവായിട്ട് മാറുന്ന ഈ പറഞ്ഞിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പരാതിയും ഒരു പരിഭവവും വന്നില്ലായിരുന്നു. ഒരു കണക്കിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ KC ഒക്കെ രമേശ് ചെന്നിത്തലയെ കണ്ട് പഠിക്കണം, അല്ലേ? അതാണ് വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ ഇനി വീഡിയോയുടെ VD സതീശൻ്റെ ആ ഒരു വീഡിയോയും കൂടെ ഞാനിവിടെ വെച്ചുതരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. പുള്ളി പറയുന്നത് ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് കാര്യം പുള്ളി പറയുന്നത്. 100+ ആണ് UDF. UDF 100+. എഴുതി വെച്ചോ, 100+. ഞാൻ പോളിംഗ് കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി പറയാം, കറക്റ്റായിട്ട് പറയാം. ഏയ് ഒരു ഡസൻ മന്ത്രിമാരെങ്കിലും പറയാം, ഒരു ഡസൻ. കണ്ടല്ലേ, കറക്റ്റ് കാര്യമല്ലേ പുള്ളി പറഞ്ഞത്. 100+, 102 സീറ്റുമായി, 100ൽ കൂടുതൽ സീറ്റുമായി UDF വൻപിച്ച വിജയത്തോടു കൂടി വന്നില്ലേ അധികാരത്തിൽ. 1 ഡസനോളം മന്ത്രിമാരെ വീട്ടിലിരുത്തിയില്ലേ. ഇനി ഞാനിവിടെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിലൂടെയും പറഞ്ഞായിരുന്നു, VD തന്നെയാണ് മുഖ്യമന്ത്രി. VDയുടെ വീട്ടിൽ പലരും വിളിച്ച് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്ന ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോയും കൂടെ ഞാൻ വെച്ച് തരാം. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് VD സതീശൻ്റെ വീട്ടിൽ, എറണാകുളത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് 99% കൺഫേം ആയതിനു ശേഷം അവിടെ കേക്കും പരിപാടികളൊക്കെ പ്രവർത്തകരോടൊപ്പം കട്ട് ചെയ്യുന്ന വീഡിയോ, ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല, അത് വേറെ കാര്യം. ഓക്കെ, ഞാൻ ആ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത്, ഹൈപ്പ് ചെയ്ത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത്, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ഉറപ്പായിട്ട് ഫോളോ ചെയ്യണം.
ഓക്കെ, കണ്ടല്ലോ. ഇതൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഉറപ്പിച്ചാണ് വീഡിയോ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ച് എറണാകുളത്തെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം തിരുവനന്തപുരത്തോട്ട് എത്തിയിട്ടുണ്ട് വി ഡി സതീശൻ. ഇനി ഞാനിവിടെ നമ്മുടെ കെ സിയുടെ ഒരു ബൈറ്റും കൂടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ടു. കെ സി കാരണം എല്ലാ ചാനലിലും പോയിരുന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് മുഖ്യമന്ത്രി കസേര വേണ്ട, നിങ്ങളെടുത്തു, ആരെങ്കിലുമൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ കെ സി ഇന്ന് എന്തിനാണ് ഇവിടെ കിടന്ന് കടിപിടി കൂട്ടുന്നത്? നിങ്ങളൊന്ന് കണ്ടുപോകെ. അത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ആകെ ഒരു കാർഡ് ഇറക്കാൻ പറ്റുന്ന ഒറ്റ കാർഡേ ഉള്ളൂ. ഇപ്പം കോൺഗ്രസ് ഇത് കിട്ടിയാൽ തമ്മിലടിക്കും, അടിച്ചു പിരിയും. ആ കാർഡിൽ വിശ്വസിച്ചിട്ടാണ് ഇവർ ഇപ്പൊ പ്രചരണം നടത്തിക്കൊണ്ട്. ഈ ഒരു കാർഡിലൊന്നും ജനം വീഴില്ല. അവരുടെ മുമ്പിൽ അങ്ങനെ ഇല്ലല്ലോ. എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പരസ്യമായിട്ട് വിവാദത്തിലേക്ക് പോയി ഏത് സംഭവം ഉണ്ടായിട്ടുള്ളത്? എന്നിട്ടും പറയാണ് കോൺഗ്രസിൽ അടിയുണ്ടാവും. എന്തടി നിങ്ങൾ കാണിച്ചില്ലേ? നിങ്ങളല്ലേ കാണിച്ചത്? നിങ്ങൾ ആ കസേര വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ പിന്നെ അത് ഇത്രയും പ്രശ്നത്തിലേക്ക് എത്തുമായിരുന്നോ? ഇതിപ്പം എത്ര ദിവസമായി വോട്ടിന് റിസൾട്ട് വന്നത് ഇപ്പം 10 ദിവസത്തിൽ കൂടുതലായി. ഇതുവരെയും നിങ്ങൾ ആ ഒരു പിടിവലിക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയെ പോലും പ്രഖ്യാപിക്കാതിരുന്നത്. നിങ്ങളായിട്ട് തന്നെ അത് കാണിച്ചു തന്നില്ലേ? പിന്നെ വി ഡി സതീശൻ പുള്ളി പിടിവാശി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുള്ളിക്ക് അർഹതപ്പെട്ട സാധനമായുണ്ടാകും. കഴിഞ്ഞ 5 കൊല്ലം യു ഡി എഫ് അധികാരത്തിൽ വരാൻ 10 കൊല്ലം അധികാരം നഷ്ടപ്പെട്ട യു ഡി എഫിനെ 102 സീറ്റുകളുമായിട്ട് അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പുള്ളിക്കാണ്. അപ്പം ആ ഒരു ക്രെഡിറ്റ് പുള്ളിക്ക് കിട്ടുക തന്നെ വേണം. അപ്പം പുള്ളി പിടിവലി കൂട്ടിയതിനകത്ത് ഒരു കുഴപ്പമൊന്നുമില്ല. അത് 100% ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പണിയെടുത്തിട്ടുള്ളവന് കൂലി കിട്ടുക തന്നെ വേണം. പിന്നെ വി ഡി സതീശൻ പഴയൊരു ഇൻ്റർവ്യൂവിൽ മനോരമയിലാണ് തോന്നുന്നു, എനിക്ക് തോന്നുന്നു 10 കൊല്ലം മുമ്പേ പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാനിവിടെ സ്ഥാനം വേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, എനിക്ക് സ്ഥാനം കിട്ടിയാൽ ഞാനത് സ്വീകരിക്കും, ജനങ്ങളുടെ മുമ്പിൽ പ്രവർത്തിക്കാൻ അതിന് ഒരു അവസരം കിട്ടുവാണെങ്കിൽ അത് ഏത് സ്ഥാനമാണെങ്കിലും ഞാനത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമെന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ കെ സിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. എനിക്ക് സ്ഥാനവും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, എനിക്കൊരു വണ്ണാകട്ടയും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവസാനം അതിന് വേണ്ടിയിട്ട് കടിപിടി കൂട്ടിയൊരു കെ സിയിൽ കണ്ടത്. ജനങ്ങൾക്കെല്ലാം ഇഷ്ടമായിരുന്നു, ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായിരുന്നു കെ സി നിങ്ങളെ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആ ഒരു ഇഷ്ടവും ബഹുമാനവും കളഞ്ഞില്ലേ? എന്തിന് ഇത്രയും ജനരോഷം, ജനങ്ങൾ ഇത്രയും പ്രതിഷേധങ്ങൾ വരെ കാണിച്ചു കൂട്ടി, ജനങ്ങൾ ഇത്രയും എന്നുവെച്ചാൽ ഇത്രയൊക്കെ ആയിട്ട് പോലും നിങ്ങൾ വിട്ടുകൊടുക്കാനൊരു മനസ്സ് കാണിച്ചില്ലല്ലോ. എന്തിന് ഈ രാവിലെ വരെ വിട്ടുകൊടുക്കാൻ? ഇന്ന് 12 മണിക്കാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. രാവിലെ വരെ നിങ്ങൾ പിടിവാശി കാണിച്ചു. ഒന്ന് വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കും ഹൈക്കമാൻഡിനൊക്കെ മുകളിലാണ് ജനം എന്നൊരു മനസ്സിലാക്കുക. ജനങ്ങൾ വോട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊക്കെ അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇന്നെങ്കിലും നിങ്ങൾ രാവിലെയെങ്കിലും വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തേനെ. കെ സി വിട്ടുകൊടുത്തു, സന്തോഷപൂർവ്വം വിട്ടുകൊടുത്തു, വീഡിയോ അയക്കുമെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടുകൂടി പബ്ലിക്കിൽ വന്നിട്ട് നിങ്ങളൊരു ബൈറ്റ് കൊടുത്തായിരുന്നു മതിയായിരുന്നു മാധ്യമങ്ങൾക്ക്. ഞാൻ എനിക്ക് താല്പര്യമില്ല, വി ഡി സതീശനാണ് അത് അർഹതപ്പെട്ട സ്ഥാനം ഒന്ന് വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിച്ചേ. ഇനി എന്താകുമോ ഒന്ന്, ഇനി അതാകുതാ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജനങ്ങൾ പിടിച്ചു പറിച്ച് വേടിക്ക് കൊടുക്കേണ്ട അവസ്ഥയല്ലേ ഇപ്പം വന്നത്. അതിലൂടെ അങ്ങനെയല്ലേ ചിന്തിക്കും ജനങ്ങൾ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട്